എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഗ്യാസ്, ഭാരത് ഗ്യാസുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പശ്ചിമേഷ്യൻ യുദ്ധം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്ത് ഗ്യാസ് ക്ഷാമം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കേന്ദ്ര സർക്കാരിന്റെ ഒരു അറിയിപ്പുണ്ടായിരുന്നു. പാനിക് ബുക്കിംഗ് ആണ് ഇപ്പോഴത്തെ ഗാർഹിക പ്രതിസന്ധിക്ക് കാരണം എന്നാണ്, ഗാർഹിക സിലിണ്ടർ പ്രതിസന്ധിക്ക് കാരണം എന്നാണ് കേന്ദ്രം ഇന്നലെ വ്യക്തമാക്കിയത്. അതായത് ഗ്യാസ് തീർന്നു പോകുമോ എന്നുള്ള ഒരു മുൻധാരണയോടുകൂടി ആളുകളെല്ലാം കാലിയുള്ള സിലിണ്ടർ റീഫില്ല് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ 20 ലക്ഷത്തോളം സിലിണ്ടറുകളാണ് ഈ കഴിഞ്ഞ ആഴ്ച അധികമായിട്ട് വിറ്റുപോയത്. അപ്പോൾ ആ ഒരു പാനിക് ബുക്കിംഗ് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിക്ക് കാരണം എന്നാണ് പറയുന്നത്. കൂട്ടമായിട്ടുള്ള തിരക്ക് കാരണം ചില സ്ഥലങ്ങളിൽ ഇത് തീർന്നു പോകുന്നതൊക്കെ ഇതുകൊണ്ടാണ്. ഇതൊക്കെ ഒരു 2-3-4 ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഓർമോസ് കടലിടുക്ക് വഴി ഇന്ത്യയുടെ എണ്ണ ടാങ്കറുകളും അതുപോലെ തന്നെ ഗ്യാസ് ടാങ്കറുകളെല്ലാം കടന്നു പോരുന്നുണ്ട്. ഇറാൻ ഇന്ത്യക്ക് വേണ്ടി പ്രത്യേക ഇളവ് അനുവദിച്ചുകൊണ്ട് തന്നെ ആ ഒരു ആശ്വാസം ലഭിച്ചത് കൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഉടൻ തീരുമെന്നാണ് കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗ്യാസ് സിലിണ്ടറുകൾക്ക് ഇപ്പോൾ 60 രൂപയാണ് കഴിഞ്ഞ ആഴ്ച കൂട്ടിയത്. ഇതിനുശേഷം ശരാശരി വില 920 രൂപക്ക് മുകളിലാണ്. അതിന് പുറമെ 50 രൂപയോളം ഡെലിവറി ചാർജ് വാങ്ങുന്നുണ്ട്. 5 കിലോമീറ്ററിന് ഉള്ളിലാണ് എങ്കിൽ ഡെലിവറി ചാർജ് ഇല്ല. അത് കഴിഞ്ഞ് 20 രൂപ, 40 രൂപ എന്നിങ്ങനെയൊക്കെയാണ്. പക്ഷെ മിനിമം 50 വാങ്ങുന്നുണ്ട്. 100 വാങ്ങുന്ന ആളുകളുണ്ട്. ഈ ഒരു പ്രതിസന്ധിയിൽ ആരും അതിന് വില പേശാനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ബില്ലിലുള്ള തുക മാത്രം നൽകിയാൽ മതി എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഭാരത് ഗ്യാസിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്, ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുക. 21 ദിവസത്തിന് ശേഷമാണ് വീണ്ടും ബുക്കിംഗ് അനുവദിക്കുക. ബുക്ക് ചെയ്യുമ്പോൾ OTP നിർബന്ധമാണ്. KYC ചെയ്യാത്തവർക്ക് ഗ്യാസ് ലഭ്യമാവുന്നതിന് വേണ്ടി KYC നിർബന്ധമായും ചെയ്യണം. എല്ലാ ഗാർഹിക ഉപഭോക്താക്കളും KYC നിർബന്ധമായിട്ടും ചെയ്യണമെന്നും ഭാരത് ഗ്യാസ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന് വാട്സപ്പ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 75 88 88 88 24 എന്ന നമ്പർ മുഖേനയാണ് വാട്സപ്പിലൂടെ ബുക്ക് ചെയ്യാൻ കഴിയുക. ഈ നമ്പർ വാട്സപ്പിൽ ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് റീഫിൽ എന്ന് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബുക്കിംഗ് സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് തിരിച്ച് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഗ്യാസ് ബുക്കിംഗ് ചെയ്യുന്നത്. പിന്നെ ഉജ്ജൽ യോജന കണക്ഷൻ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും മാർച്ച് 31 മുമ്പ് KYC പൂർത്തീകരിക്കണം. ഇല്ലെങ്കിൽ അവരുടെ ഉജ്ജൽ യോജന, അതായത് 300 രൂപ സബ്സിഡി ലഭിക്കുന്നത് നഷ്ടമാകും എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഉടൻ തീരും എന്നാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്കും ബൈ.